ഇന്ന് നമുക്ക് ഡേറ്റ്സ് കൊണ്ടിട്ടൊരു കേക്ക് ഉണ്ടാക്കി നോക്കാം. ഇത് യൂട്യൂബിലൊക്കെ 1 മില്യൺ അടിച്ച ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം അതിനകത്ത് കണ്ടപ്പോഴത്തേക്ക് ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഞാനൊരു 20 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. അത് ഞാനിവിടെ ഒരു അലുമിനിയം ചീനച്ചട്ടിയിലാണ് ഇട്ടിരിക്കുന്നത്. സ്റ്റീൽ പാത്രത്തിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് താമസിക്കും. നല്ലപോലെ എനിക്കത് അങ്ങോട്ട് പരുവത്തിന് വരത്തില്ല. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് അലുമിനിയം പാത്രത്തിലോട്ട് ഇടപ്പോഴത്തേക്ക് പെട്ടെന്ന് റെഡിയായി വരും. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തോട്ടിട്ടത്. മറ്റേ സ്റ്റീലിൻ്റെ പാത്രത്തിലും റെഡിയാവും, പക്ഷെ ഇച്ചിരി ഒന്ന് ലേറ്റാവും. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുതേ. അപ്പം കേക്ക് നമുക്ക് ഒരു ചെറിയ കയ്പ്പ് രസം വരും. ഈ ഒരു പരുവമൊക്കെ ആവുന്നത് വരെ നമുക്കിതിനെ ഒന്ന് ഇതാക്കിയെടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു 3/4 കപ്പ് നമ്മൾ നേരത്തെ പഞ്ചസാര എടുത്ത് ആ കപ്പിൽ തന്നെ ഒരു 3/4 കപ്പ് വെള്ളവും കൂടി ഇതിനകത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് വെള്ളം നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് ഒഴിക്കരുത്, ഇത് തിളച്ച് കിടക്കുകയില്ലേ, അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മുഖത്തൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇച്ചിരി ആയിട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഞാനിത് കുറേ നാളായിട്ട് ഇത് യൂട്യൂബിൽ കണ്ടതിന് ശേഷം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പം ഇത് നല്ല ഡേറ്റ്സ് വേണം, നല്ല മധുരമുള്ള ഡേറ്റ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പം പഞ്ചസാര കുറച്ച് മതി. ഡേറ്റ്സ് ഒന്ന് കഴുകിയിട്ടൊക്കെ എടുക്കണേ. ചിലപ്പോൾ നമ്മൾ കുരുവൊക്കെ എടുത്ത് കളയപ്പോഴത്തേക്ക് അതിനകത്ത് ഇച്ചിരി മണ്ണും പൊടിയെല്ലാം കാണും. അതുകൊണ്ട് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ക്രഷ് ചെയ്തെടുക്കാൻ. അത് വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം നമുക്ക് ഈ ഡേറ്റ്സ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കണം. അപ്പോഴത്തേക്ക് തന്നെ അത് അതിനകത്തോട്ട് തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് കുഴഞ്ഞു വരും. ഒരുപാട് വെള്ളം അങ്ങ് വറ്റിപ്പോകരുത്. ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷം വേണം ബാക്കി മിശ്രിതമൊക്കെ ഇതിനകത്തോട്ട് ഇടാൻ. ഇതിപ്പോൾ ഇത് ഞാൻ വെച്ചിരിക്കുന്ന പാത്രം വെച്ച് വലുതായതുകൊണ്ട് ഇതിനകത്ത് തന്നെ വെച്ചിരിക്കുവാണ്. ഫാനിൻ്റെ കീഴിലോട്ട് കൊണ്ട് വെച്ചാൽ മതി, നല്ല തണുത്ത് കിട്ടും. പിന്നെ ഞാനിവിടെ 1 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒരു 3 പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പഞ്ചസാര എടുത്ത് ആ കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാര, ഒരു 3-4 ഗ്രാമ്പു ഇതെല്ലാം കൂടി എടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ച് മാറ്റാം. ഞാനിവിടെ തണുക്കാൻ വെച്ചിരിക്കുന്ന ഡേറ്റ്സിൻ്റെ ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇത് തണുത്ത് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കണേ. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് കുഴമ്പ് പോലെ ആവുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കേക്ക് ഒന്ന് ഡ്രൈ ആയിപ്പോവും, നല്ലപോലെ കഷ്ണങ്ങൾ കിടന്നാൽ. അപ്പം അതിന് ഞാൻ ഇളക്കി റെഡിയാക്കി വെച്ചതാണ്. എന്നിട്ട് ഒരു ഉണങ്ങിയ മിക്സിയുടെ ജാറിൽ 2 മുട്ട, റൂം ടെമ്പറേച്ചറിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് 1 സ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. 30 സെക്കൻഡ് അടിച്ചെടുക്കാമേ. അതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാര കൊണ്ട് ഇട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം. എന്നിട്ട് ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് അങ്ങ് അടിക്കേണ്ട, കുറച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചിങ്ങെടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും പഞ്ചസാരയും എണ്ണയെല്ലാം കൂടെ ഉള്ള മിശ്രിതം ഇതിനകത്തോട്ട് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാവേ. ഞാൻ വേറെ പാത്രത്തിനകത്തോട്ടൊന്നും മാറ്റിയിട്ടില്ല, ഇതിനകത്തോട്ട് തന്നെയാണ് ഒഴിച്ച് റെഡിയാക്കി എടുക്കുന്നത്. ഈ സമയത്ത് ഞാനവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അലുമിനിയം പാത്രം ഞാനവിടെ ഗ്യാസ് സ്റ്റൗവിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം വേണം ഇതങ്ങോട്ട് വയ്ക്കാൻ. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അത് കുറേശ്ശെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഒരുമിച്ച് ഇടരുത്, കുറേശ്ശെ ഇട്ടാൽ മതി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നട്ട്സ്, ബദാമോ
കിസ്മിസ് ഇതൊക്കെ ഇടാമേ. ഞാനിവിടെ കുറച്ച് കറുത്ത മുന്തിരിയും ഇട്ട് മാവിൽ കൂടി തന്നെ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് അതും കൂടി ഇതിനകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കാം. സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന അത്രയും ലൂസ് കാണത്തില്ല, ഈ ഒരു പരുവായിരിക്കും, ഒന്ന് ഡ്രൈ ആയിരിക്കും. ഞാൻ എന്നിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് നേരത്തെ ചൂടാക്കാൻ വെച്ചിരിക്കുന്ന ആ പാത്രത്തിനകത്തോട്ട് ഇതിനെ ഇറക്കി വയ്ക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ 30 സെക്കൻഡ് അത് കഴിഞ്ഞതിന് ശേഷം ഒരു 15 മിനിറ്റ് കുറഞ്ഞ ഫ്ലെയിമിലും കൂടെ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാവേ. ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്, നല്ല മണമാണിത് റെഡിയായി വരപ്പോഴത്തേക്ക്. നമ്മളെ വീട് നിറച്ച ആ മണം നല്ല പോലെ നിൽക്കും. നല്ല ടേസ്റ്റാണ്. തണുത്തതിന് ശേഷം മുറിച്ചുപയോഗിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിത് കണ്ടപ്പം മുതൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പം എന്തായാലും എനിക്ക് ഇത് റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. മുറിച്ച് കാണിക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ മുറിച്ച് വെച്ചപ്പോഴത്തേക്ക് എല്ലാവരും കഴിച്ചു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നാളെ വേറൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.